ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. മഹാവ്യാഴമാറ്റം വരുന്നു. വ്യാഴമാറ്റം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതായത് വളരെ അധികം ദുഃഖത്തിലും ദുരിതത്തിലും കഴിഞ്ഞു പോകുന്ന ആൾക്കാരും, രോഗാദി ദുരിതങ്ങൾ ഒരു വശം, സാമ്പത്തികമായ ദുരിതങ്ങൾ മറുവശം, വിദ്യാ തടസ്സങ്ങൾ കൊണ്ട് മക്കളാൽ വലയപ്പെടുന്ന മാതാപിതാക്കൾ, അതുപോലെ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ വിവാഹം കഴിച്ച് അയക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന, കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ധാരാളം ആൾക്കാർ, ഒരു ഗൃഹത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഒരു ഗൃഹം നിർമ്മിക്കുന്നതിന് ഒരു ഭൂമിക്കായിട്ട് ആഗ്രഹിക്കുന്നവർ, കേസുകളും മറ്റ് ദുരിതങ്ങളും മറ്റൊരു വഴി, അങ്ങനെയൊക്കെ വളരെയധികം ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നാശങ്ങളിലും ക്ലേശങ്ങളിലും പെട്ടുകിടക്കുന്ന ഓരോ വ്യക്തികളും വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ഫലത്തെയും വളരെ അധികം ഉറ്റുനോക്കുകയാണ്. അടുത്തു വരുന്ന വ്യാഴമാറ്റം 2025 മെയ് മാസം 15-ാം തീയതിയാണ് വരുന്നത്. അത് രാവിലെ 9 മണിയോടുകൂടി ആണ് അത് മിഥുനം രാശിയിലേക്ക് മാറുന്നു. ഇപ്പോൾ ഇടവം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ 15 നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികരമായിട്ടാണ് കാണുന്നത്. വ്യാഴം മാറുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അംഗീകാരങ്ങളും സാമ്പത്തികവും ഉയർച്ചയും ഇട്ടുതരികയല്ല ചെയ്യുന്നത്. ഇപ്പോൾ എഴുതുന്ന ഒരു ടെസ്റ്റ് പാസ്സാകുക, അതിന് അടിസ്ഥാനപരമായ ഒരു ജോലി കിട്ടുക, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലോണിന് അപേക്ഷിച്ചു, അത് രേഖകളൊക്കെ ശരിയാക്കി പ്രോസസ്സിംഗ് ഒക്കെ പൂർത്തിയായി ലഭിച്ച് വസ്തുവൊക്കെ വാങ്ങുവാൻ അല്ലെങ്കിൽ വീട് വെക്കുവാൻ അവസരങ്ങൾ വരുന്നു. വിവാഹം ആലോചിച്ച് തുടങ്ങി, അത് ആലോചനയൊക്കെ മുറുകി കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ധനാഗമന യോഗം ഉണ്ടായി. ജീവിത പങ്കാളിയുടെ ഗൃഹത്തിൽ നിന്നോ മറ്റ് മാതൃപിതൃ കുടുംബം വഴിയൊക്കെ സാമ്പത്തികം വന്നു ചേർന്ന് കാര്യങ്ങൾ ഭംഗിയായി നടക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. അത് ഈ മാസം മുതൽ അതിൻ്റെ വ്യാഴത്തിൻ്റെ മാറ്റത്തിൻ്റെ കണികകൾ കണ്ടു തുടങ്ങും. പരിശ്രമിക്കുക. അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നവർക്ക് ഉള്ളതാണ് വിജയം. മുൻകൂട്ടി ഉള്ള ഈ പ്രവചനം വളരെ ഫലവത്തായിട്ട് വരും എന്ന് നിങ്ങൾക്ക് പിന്നീട് അത് മനസ്സിലാവും. പൊതുവെ ഏറ്റവും ഭാഗ്യം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു രാശിക്കാരാണ് ഇടവം രാശിക്കാർ. ഇടവം രാശിക്കാർക്ക്, അതായത് ഇടവം രാശിക്കാരായിരിക്കുന്നത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരാണ്. ഈ 2025 മെയ് മാസം 15-ാം തീയതി നടക്കുന്ന വ്യാഴമാറ്റം കൊണ്ട് ഇപ്പോൾ തന്നെ അടുത്ത മാസം മുതൽ തന്നെ അത് കഴിഞ്ഞുള്ള മാസങ്ങൾ മുതൽ തന്നെയും ഒക്കെ ഭാഗ്യങ്ങൾ വന്നു തുടങ്ങുവാൻ ആരംഭിക്കും. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് സർവേശ്വരകാരകനായ വ്യാഴം. അത് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഉപജയസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടി ഉള്ളതിനാൽ മനസ്സിൽ വിചാരിച്ച ഒരു 10 കാര്യങ്ങൾ ഈ ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് വന്നു ചേരുവാൻ വളരെയധികം യോഗവും ഭാഗ്യവുമുണ്ട്. അതായത് എത്ര വലിയ പ്രതികൂല സാഹചര്യത്തെയും നിയമപ്രശ്നങ്ങളെയും ഒക്കെ തരണം ചെയ്ത് നഷ്ടങ്ങൾ നികത്തി അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്രക്കാർ വന്നു ചേരുക തന്നെ ചെയ്യും. അത് വിദ്യാകാര്യത്തിലായാലും തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി ധന അഭിവൃദ്ധി വന്നു ചേരുന്നതിനും, ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്ക് വിവാഹം വന്നു നടക്കുന്നതിനും ഒക്കെയുള്ള യോഗമുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്ന് പറയുന്ന 15 നക്ഷത്രക്കാർക്കും ബാധകമാണ്. ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന മൊത്തം കാര്യങ്ങളും സശ്രദ്ധം കേൾക്കുക.
പരിഹാരം ഞാൻ എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ടിയിട്ട് അവസാനം പറയുന്നതാണ്. ചിങ്ങം രാശിക്കാരാണ് മറ്റൊരു രാശിക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കണ്ടകശനി അനുഭവിച്ച് 2.5 കൊല്ലം ദുരിത ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് ദാമ്പത്യ ജീവിതമൊക്കെ കലുഷിതമായി ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് രോഗാദി ദുരിതങ്ങളുമൊക്കെ വന്ന് സാമ്പത്തിക നഷ്ടങ്ങളുമൊക്കെ വന്നു കിടന്ന ഈ ചിങ്ങം രാശിക്കാർക്ക് നേട്ടങ്ങൾ വന്നു ചേരും. അത് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ മനഃശക്തി വീണ്ടെടുത്ത് ശത്രുദോഷങ്ങൾ, ഏതൊരു കാര്യം ചെയ്യാൻ ആരംഭിക്കുമ്പോഴും ആദ്യം വരുന്നത് ശത്രുദോഷങ്ങളാണ്. ശത്രുദോഷങ്ങളൊക്കെ മാറി നല്ല സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കുന്നതിനും ഈ വ്യാഴമാറ്റം കൊണ്ട് സാധിക്കും. അപ്രതീക്ഷിതമായ ധനാഗമനയോ, അത് ഭാഗ്യാധിപൻ 5-ാം ഭാവത്തിന്റെ അധിപനായ ആ വ്യാഴം സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ ഉപജയസ്ഥാനത്താണ് മാറുന്നത്. അത് വളരെയധികം വിജയങ്ങൾ വരും. അത് വിദേശ പണം കൈകാര്യം ചെയ്യുവാനൊക്കെ ഈ നക്ഷത്രക്കാർക്കെല്ലാം യോഗം തരുന്ന ഒരു വ്യാഴമാറ്റമാണ് കാണുന്നത്. മറ്റൊരു രാശിക്കാരാണ് തുലാം രാശിക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇരുട്ടിൽ കിടന്ന് തപ്പിത്തടഞ്ഞ ഒരു രാശിക്കാരാണ് വ്യാഴത്തിന്റെ അവസ്ഥ. എന്നാൽ 2025 മെയ് മാസം 15-ാം തീയതിയുള്ള വ്യാഴമാറ്റം തുലാം രാശിക്കാർക്ക് ഇരുട്ടിൽ നിന്ന് പൂർണ്ണമായ വെളിച്ചത്തിലേക്ക് കൂച്ചുവരങ്ങുകളെല്ലാം പൊട്ടിച്ച് സ്വതന്ത്രരാകുന്നത് പോലെ ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുക. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമഭാവം എന്ന് പറയുന്ന നാശസ്ഥാനത്താണ് നിന്നത്. സർവ്വവിധ ദുഃഖ ദുരിത ക്ലേശ നാശ താപം വ്യയങ്ങളെല്ലാം ഉണ്ടാകുന്ന ഭാവത്തിൽ അവിടെ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക, സഹോദര സ്ഥാനീയരെ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാകുക, അതുപോലെ അത്ഭുതകരമായ ഭാഗ്യങ്ങളാണ് ഇവരെ തേടി വരിക. സാമ്പത്തികമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും സ്ഥാനമാനങ്ങളായാലും ആരോഗ്യപരമായിട്ടായാലും വിദ്യാപരമായിട്ട് പാസ്സാകുകയില്ല എന്ന് വിചാരിച്ചത് പാസ്സാകും. പല പ്രാവശ്യം ഈ വർഷം പരീക്ഷ എഴുതി വലിയ വലിയ തുകകളൊക്കെ മുടക്കി IELTS MOH അതുപോലെയുള്ള നിരവധി പരീക്ഷകൾ എഴുതി തോറ്റുപോയവർ ഈ വ്യാഴമാറ്റത്തിന് ശേഷം ഇതോടുകൂടി ഇനി അങ്ങോട്ട് പരീക്ഷകൾ വിജയം സാധിക്കും. പ്രമോഷന് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ട് കിട്ടാത്തവർക്ക് കിട്ടേണ്ട പ്രമോഷൻ തടഞ്ഞു വെച്ചത് ഒക്കെ ഈ പ്രാവശ്യം പ്രമോഷൻ കിട്ടുന്നതിന് യോഗമുണ്ട്. അതുപോലെ വിവാഹം, പല പ്രാവശ്യം കല്യാണം ആലോചിച്ചു, പ്രണയത്തിലൂടെ നടത്താമെന്ന് വിചാരിച്ച് ആലോചിച്ചു, പ്രണയിച്ചു, അത് മുടങ്ങി. ആലോചന കുടുംബക്കാരൊക്കെ കൂടി ആലോചിച്ച് ഉറപ്പിച്ചു, അതും മുടങ്ങി. അങ്ങനെയുള്ളവർക്കും ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം ആരംഭിക്കുന്നതിനുമൊക്കെ ഈ 2025 മെയ് മാസം 15-ാം തീയതിത്തെ ആ വ്യാഴമാറ്റം കൊണ്ട് തുലാം രാശിക്കാർക്ക് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കെല്ലാം ഒരു ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും. മറ്റൊരു രാശിക്കാരാണ് ധനു രാശിക്കാർ. ധനു രാശിക്കാർ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് രാശിയുടെ അധിപനാണ്, അതുപോലെ തന്നെ സുഖസ്ഥാനത്തിന്റെ അധിപനാണ് വ്യാഴം, സർവേശ്വരകാരകനായ വ്യാഴം. അത് 6-ാമിടത്ത് അനിഷ്ടസ്ഥാനത്തിൽ നിൽക്കുക. അപ്പോൾ ഇനി അനുഭവിക്കുവാനൊന്നുമില്ല. തസ്കരാരാദി വിഘ്നാദി വ്യാധയച്ച തനുഷതി മരണം വാ അരിശസ്ത്രേണ ചിന്തനീയം ഷഷ്ടത എന്ന പ്രമാണപ്രകാരം മരണമോ മരണതുല്യമോ ആയിട്ട് വളരെയധികം മാനസികമായിട്ടും ടെൻഷൻ അടിക്കുക, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കുകയില്ല. കള്ളന്മാർ കയറുക, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണേലും കുറച്ച് രൂപ കയ്യിലുള്ളതായാലും കള്ളന്മാർ കൊണ്ടുപോവുക, അല്ലെങ്കിൽ കള്ളന്മാരെയൊക്കെ കഷ്ടമായിട്ട് ആരെങ്കിലും സുഹൃത്തുക്കളാണെന്ന് നടിച്ച് വന്ന് കുൽസിത ബുദ്ധിക്കാരായിട്ടുള്ളവർ ആ പൈസ വായ്പ മേടിച്ചുകൊണ്ട് പോയി. സ്വർണമായിരുന്നു, 10 പവൻ അല്ല 20 പവൻ ഉണ്ടായിരുന്നു, ആകെ അത് തൂത്തുപെറുക്കി കൊടുത്തു. കിട്ടുമെന്ന് വിചാരിച്ചു, അടുത്ത മാസം കിട്ടുമെന്ന് വിചാരിച്ചു കൊടുത്തു. ഇനി അത് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് പോയിരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ തിരിച്ചു വരാൻ പോകും. അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾക്ക് വാഹന സംബന്ധമായിട്ട് ദുഃഖ ദുരിതങ്ങൾ, നാശങ്ങൾ, ക്ലേശങ്ങൾ, നഷ്ടങ്ങൾ വന്നിരുന്നവർ, വാഹനം ഒക്കെ നഷ്ടപ്പെട്ടു പോയവർ, വീട് നഷ്ടപ്പെട്ടു പോയവർ, അവർക്ക് ഒരു ഭൂമിയും ഒരു ഗൃഹവും ഒക്കെ വന്നു ചേരുവാൻ 2025 മെയ് മാസം 15-ാം തീയതിത്തെ
ആ വ്യാഴമാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക്, ഞാൻ ഇന്ന് പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം വീട് വന്നു ചേരുന്നതിനും സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേർന്നത് തിരിച്ചു ലഭിക്കുന്നതിനും, അതുപോലെ വിവാഹ കാര്യത്തിലും ദാമ്പത്യ കാര്യത്തിലും സന്താന കാര്യം മറ്റൊരു പ്രധാനമാണ്. ദീർഘകാലമായിട്ട് ഒരു സന്താനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് ഒരു സന്താനം വന്നു ചേരുന്നതിനും യോഗമുണ്ട്. അതുപോലെ പ്രധാനമാണ് ഊഹാപോഹ കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ, ഷെയർ മാർക്കറ്റിംഗ്, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവർ, വസ്തു കച്ചവടം ചെയ്യുന്നവർ, അവരൊക്കെ എന്നും നടക്കുന്നതല്ല. പക്ഷേ ഈ വ്യാഴമാറ്റത്തോടു കൂടി അവർക്കൊക്കെ അപ്രതീക്ഷിതമായിട്ട് വലിയ വലിയ തുകകൾ സ്വന്തം കയ്യിൽ വന്നു ചേരുവാൻ പോകുന്നു. ഊഹാപോഹ കച്ചവടത്തിലൂടെയും വസ്തു കച്ചവടത്തിലൂടെയും ഷെയർ മാർക്കറ്റിങ്, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തിൽ നല്ല മെച്ചപ്പെട്ട രീതിയിൽ നല്ല ഒരു വിവാഹം വന്നു ചേർന്നു, നല്ല സമ്പത്തുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടി, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടി, അങ്ങനെയൊക്കെ ഒരു അഭിവൃദ്ധി വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയമാണ്. മറ്റൊരു രാശിക്കാരാണ് കുംഭം രാശിക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പറയുകയാണെങ്കിൽ ഇനി ദുഃഖങ്ങളൊന്നും അനുഭവിക്കുവാനില്ല. 7 ശനി 7.5 കൊല്ലമാണ്. അത് ഇപ്പോൾ അവര് 4.5 കൊല്ലം അനുഭവിച്ചു കഴിഞ്ഞു. ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത്. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കൊല്ലിക്കും പുല കൊള്ളിക്കും, അല്ലെങ്കിൽ തെണ്ടി നടക്കും, ചീത്ത കേൾക്കേണ്ടി വരിക, ഞൊണ്ടി നടക്കേണ്ടി വരിക, അങ്ങനെ എല്ലാ തരത്തിലും വായ്പ ചോദിച്ചും കടം മേടിച്ചും ശാരീരികമായ അസ്വസ്ഥതകളും അംഗവൈകല്യം വന്നും ഒക്കെ രോഗാദി ദുരിതങ്ങളിലും ഒക്കെ പെട്ട്, നിയമപ്രശ്നങ്ങളിലും ഒക്കെ പെട്ട്, ബന്ധുമിത്രാദികളുടെ മരണങ്ങളോ മരണതുല്യമായ അവസ്ഥകളും ഒക്കെ കടന്നുപോയി മാനസികമായിട്ട് പലവിധത്തിലും അപമാനങ്ങളും അപവാദങ്ങളിലും ഒക്കെ പെട്ടുകിടന്നവർ ഈ വ്യാഴമാറ്റത്തോടു കൂടി അവർക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരും. അതായത് 11-ാം ഭാവത്തിൻ്റെയും 2-ാം ഭാവത്തിൻ്റെയും അധിപൻ, ധനസ്ഥാനത്തിൻ്റെയും സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം സർവേശ്വരകാരകനാണ്. ആ വ്യാഴം ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് സന്താനഭാവത്തിലേക്ക് മാറി വരും. അപ്പോൾ ദീർഘകാലമായിട്ട് സന്താനങ്ങൾ ഇടഞ്ഞു നിന്നവർ, വളരെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മക്കൾ മാതാപിതാക്കളെ പുച്ഛിച്ചും തള്ളിപ്പറഞ്ഞും ഇരുന്ന ആ കാലം കടന്നുപോയി. അങ്ങനെയുള്ള ആ മക്കൾ തിരിച്ചു വരികയും അവർക്ക് നല്ല ഉയർച്ചകൾ ഉണ്ടാകുകയും ആ ഉയർച്ചകളിൽ മാതാപിതാക്കൾക്ക് സഹായങ്ങൾ ലഭിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട ഒരു സമയം. വിവാഹം കഴിച്ചിട്ട് ദീർഘകാലമായിട്ട് സന്താനങ്ങൾ ഉണ്ടാകാത്തവർക്ക് ഒരു സന്താനം ഉണ്ടാകുന്നതിനുള്ള ഒരു സമയം, കടങ്ങൾ വീടുന്നതിനുള്ള സമയം, തൊഴിൽ കിട്ടുന്നതിനുള്ള സമയം, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനുള്ള സമയം, ഭൂമി വന്നു ചേരുന്നതിന്. അങ്ങനെ നോക്കുമ്പോൾ നല്ല നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക, സഹോദര സ്ഥാനീയർ, വളരെയധികം ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന സഹോദര സ്ഥാനീയർ ഉയർച്ച പ്രാപിക്കുന്ന സമയം, ഒരു ഗൃഹം വന്നു ചേരുന്ന സമയം, നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം. ഇപ്പം ഒരു വിവാഹമൊക്കെ കഴിഞ്ഞു, നല്ല വിവാഹമായിരുന്നു നടന്നത്, അത് ഡൈവേഴ്സ് ആയിപ്പോയി. അങ്ങനെയുള്ളവർക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു പുതിയ ജീവിത പങ്കാളിയെ ലഭിച്ച് സന്തോഷകരമായി ജീവിക്കുന്നതിനുമൊക്കെ ഈ വ്യാഴമാറ്റം കൊണ്ട് സാധിക്കും. ഏറ്റവും പ്രധാനം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മഹാവിഷ്ണു ക്ഷേത്രം ദർശനങ്ങൾ ഇപ്പോഴേ ചെയ്യുക. അത് തൊട്ടടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമായാലും ചെയ്യുക. അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ ദ്രവ്യ സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം മുടങ്ങാതെ വായിക്കുന്നതും പാരായണം ചെയ്ത് ജപിച്ച് ധ്യാനിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏകാദശിയാദി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ്. കൂടാതെ ദാനധർമാദികൾ ചെയ്യുക. നമ്മളാൽ കഴിയാവുന്ന ദാനധർമാദികൾ, അത് ഏറ്റവും ചെറിയ ചെറിയ തുകകളാകാം, വസ്ത്രമാകാം, ഭക്ഷണമാകാം. ഇതൊന്നുമല്ല, ഒരാൾ ദുഃഖിച്ചു വരുന്നു, നമ്മുടെ പക്കൽ ധാരാളം സ്നേഹമുണ്ടല്ലോ, അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ ഒന്ന് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്ത് വിടാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ വിഷ്ണു ഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഒക്കെ അനുഗ്രഹത്തോടുകൂടി, കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തോടുകൂടി, മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ വ്യാഴമാറ്റം സർവ്വവിധ സമ്പൽ സമൃദ്ധിയും
വന്നു ചേർന്ന് ഞാൻ ഈ പറഞ്ഞ ഈ 15 നക്ഷത്രക്കാർക്കും ആഡംബരത്തോടു കൂടി ജീവിക്കുവാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സർവേശ്വരകാരകൻ വ്യാഴം അനുഗ്രഹിക്കും എന്നുള്ളതിന് സംശയമില്ല. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥിക്കേണ്ട വിഷയം ഏതാണെന്ന് കൂടി രേഖപ്പെടുത്തിയാൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ജ്യോതിഷ കാര്യങ്ങൾ നോക്കുന്നതിന് വിവാഹ തടസ്സമായാലും മറ്റേതെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജാതകാൽ കൂടി 100% അനുകൂലമാകുന്ന രീതിയിൽ നോക്കുന്നതിനും നേരിട്ട് വരുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ജാതകാൽ കൂടിയുള്ള കാര്യങ്ങൾ തടസ്സങ്ങൾ മാറ്റിയാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതായി.